നമസ്കാരം. കല്യാൺ സിൽക്സ് മനസ്സിലൊരു മഴവില്ലിലേക്ക് സ്വാഗതം. വ്യത്യസ്തനായൊരു ബാർബറെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആ കവിയും ഒരു വ്യത്യസ്തനാണ്. അതെ, ഇന്നത്തെ നമ്മുടെ അതിഥികൾ അനിൽ പനച്ചൂരാനും ഭാര്യ മായയും. നമസ്കാരം. നമസ്കാരം. ഭയങ്കര ഫോർമലായിട്ടൊക്കെ ഞാൻ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറേ നാളായിട്ട് അനിലിനെ പരിചയപ്പെടണമെന്ന് വിചാരിക്കുന്നു. വിളിക്കാം എന്ന് മനസ്സിലിങ്ങനെ തോന്നുമ്പം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കാണുമായിരിക്കും, ഡബ്ബിംഗ് നെറ്റിലോ എവിടെയെങ്കിലും വരുമല്ലോ, അപ്പോൾ പരിചയപ്പെടാം. അറബിക്കഥ മുതലേ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും തിയേറ്ററിൽ വരാത്ത ആൾക്കാരാണല്ലോ. അതെ, ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ വർക്കിലുള്ളവരാണല്ലോ സിനിമയുടെ. ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ. അതെ, പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പം അതിൻ്റെ ഒരു അകൽച്ചയുള്ളത്. അകൽച്ചയാണ്. അല്ലെങ്കിൽ പൊതുവേ ഞങ്ങൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ തിരക്കഥാകൃത്തുക്കളെ കാണാറില്ല, പാട്ടെഴുതുന്നവരെ കാണാറില്ല, മ്യൂസിക് ഡയറക്ടേഴ്സിനെ കാണാറില്ല. ഡയറക്ടേഴ്സുമായിട്ട് മാത്രമല്ലേ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റും സ്ക്രീനും. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പോലും ചിലവരൊന്നും വരാറില്ല ഷൂട്ടിങ് കഴിഞ്ഞാൽ. എന്താ അങ്ങനെ സിനിമയിലേക്ക് വരാൻ ഇത്രയും താമസിച്ചത്? സിനിമയിലേക്ക് വരാൻ താമസിച്ചു എന്നറിയാൻ വയ്യ. അല്ലാത്ത ഇവൾ ഏതാണ്ട് ഒരു ഇനിഷ്യേറ്റീവുകളാണ് തന്നത്. കാരണം സിനിമ എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ആശയമില്ല. കാരണം സിനിമയിൽ വരാൻ എന്തുകൊണ്ടോ ഇവിടെ ഇപ്പം അനിൽ പനച്ചൂരാൻ വന്നതിലൂടെ പാട്ടൊക്കെ നടക്കും എന്നുള്ള ഒരു വിചാരമേ ഉള്ളൂ. പാട്ടെഴുതൽ എന്നുള്ളതൊരു അവസരം ചോദിച്ചാൽ ഇങ്ങോട്ടും അങ്ങനെ പോയ ഒരു കാര്യത്തിന് അങ്ങനെ പോകുന്ന ഒരു സ്വഭാവമില്ല. അങ്ങനെ ആരുടെ അടുത്തോട്ട് പോകുന്ന, പിന്നെ നമ്മളൊരു റിമോട്ട് ഒരു സ്ഥലത്താണല്ലോ താമസം. അത് അങ്ങനെ ഒരു ആക്റ്റീവ് ഈ ഫിലിം ആർട്ടിസ്റ്റുകളോ അങ്ങനെ ആരും നമ്മുടെ ആ സ്ഥലത്തില്ല. പിന്നെ അങ്ങോട്ട് അന്വേഷിച്ച് പോകുന്ന ഒരു സ്വഭാവമില്ല. ഞാൻ പിന്നെ കാണുന്ന ഒരാളെ ഇപ്പം നമുക്കൊരാളെ കാണണമെന്ന് വെച്ചാലും നമുക്ക് നമ്പർ എടുത്ത് ട്രേസ് ചെയ്ത് അവരുണ്ടോ എന്ന് ചോദിച്ചു അവരുടെ മൂഡൊക്കെ നോക്കിയേ പോണേ. സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ബന്ധമുള്ളവരാണ് ലാൽ ജോസും ഈ ലോഹിയേട്ടനും ഒക്കെ. ലോഹിയേട്ടൻ്റെ പടത്തിൽ എനിക്ക് അവസരം വരുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹം പോയി. ലാലുവായിട്ട് പിന്നെ ഇത്തരത്തിലുള്ള ഈ സിനിമ വേണമെന്ന് ചിന്തിക്കുന്നത് ബന്ധത്തിലല്ല, സൗഹൃദ കൂട്ടായ്മകളിൽ നിന്ന്. ഞാനെല്ലാവർക്കും അറിയാം, എന്നെ പൊതുവിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഞാൻ കവിത എഴുതുന്ന ഒരാളെന്ന നിലയിൽ കുറേ അറിയാവുന്നതായിരുന്നു. പിന്നെ സിനിമ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട്. ഇപ്പം കവികളെ പൊതുവിൽ ബുദ്ധിജീവികളെന്ന് വേറൊരു ലെവൽ മാറ്റി നിർത്തുള്ളൂ. അപ്പം അതല്ല, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നുള്ളൊരു അങ്ങനെ തോന്നി. അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ശ്രമിക്കാം, അല്ലെങ്കിൽ എഴുതാം എന്നൊക്കെ പറഞ്ഞു തന്നത് ഇവളാണ്. അങ്ങനെ നോക്കാം. ഈ കുടുംബത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുന്നത് സ്ത്രീകളാണല്ലോ. അല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ കവിയാണ് കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ ആർക്കും അത്ര, നമ്മുടെ ഏജിലുള്ള എല്ലാവരും കവിത ശ്രദ്ധിക്കുന്നവരല്ലല്ലോ. അപ്പോൾ അവർക്കതൊരു പ്രത്യേകത ഒന്നും തോന്നുന്നില്ല. എന്തെങ്കിലും എഴുതുന്ന ആളാണ് എന്ന് മാത്രം അവരതൊരു സീരിയസ് ഇതായിട്ട് കാണുന്നില്ല. കുടുംബം പുലർത്താൻ ഒരു കവിക്ക് സാധിക്കില്ല എന്നുള്ളൊരു അല്ലേ? പക്ഷെ എനിക്ക് പറ്റുമായിരുന്നു. ഫെയിം വേണം എന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറയുമ്പോഴേ തിരിച്ചറിയണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആള് എഴുതുന്നതൊക്കെ ഏറ്റവും നല്ല ഇതാണ്, ക്ലാസിക്കലാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ഇടപെടുന്ന ആളുകൾ അത് തിരിച്ചറിയുന്നില്ല. അവർക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നില്ല. അവർക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. ഇത് ഒന്ന് കവിത ഒന്ന് വായിച്ചു നോക്കാനുള്ള ക്ഷമ അവർക്ക് കാണുന്നില്ല. കവിത അറിഞ്ഞുകൂടാത്തവരടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഇത് എത്ര ഇതാണെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു ഈ ആളിൻ്റെ പേര് പറയുമ്പോഴേ ആളുകൾ തിരിച്ചറിഞ്ഞ് ഇന്ന ആളാണ് എന്ന് മനസ്സിലാക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആദ്യം വന്നപ്പോൾ തൊട്ടേ പറയും. അതിന് മുൻകൈ എടുത്തത്. എവിടെ താമസിക്കുന്ന സത്യത്തിൽ? കായംകുളം. രണ്ടുപേരും കായംകുളത്തുകാരാണോ? അല്ല, ഇവൾ തിരുവനന്തപുരത്തുകാരിയാണെന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം അമ്മ ഇവിടെയാണ്, സ്ത്രീത്രയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇവിടെ തന്നെയാണ് പഠിച്ചത്, വളർന്നൊക്കെ ഇവിടെ തന്നെ. ഇവള് തിരുവനന്തപുരമാണ്. കായംകുളത്തുകാരനെ എങ്ങനെയാണ് തിരുവനന്തപുരത്തുകാരി കണ്ടത്? അത് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടതാണ്. ഇവിടെയാണ് LLB ചെയ്തത് പുള്ളിക്കാരൻ. അങ്ങനെ ഞങ്ങൾ കാണാനുള്ള അവസരം. പഠിക്കുന്ന സമയത്താണോ കണ്ടത്, അതോ കവിത വല്ലതും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വല്ലതും കണ്ടതാണോ? കവിത ഇഷ്ടപ്പെട്ടത് ഞാൻ തീരെ ചെറുതായിരിക്കുമ്പോഴേ ഞാൻ കവിത കേട്ടിട്ടുണ്ട്. എങ്ങനെ? അന്ന് പിന്നെ വല്ല മാസികകളിലോ വല്ലതും എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഈ കവിത ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം, അവർ കേട്ട് ചൊല്ലിക്കൊണ്ട് നടക്കാറുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാൾ ചൊല്ലുന്നത് ഞാൻ കേട്ടെനിക്കറിയാം. അപ്പം ഞാൻ അന്നേ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വയസ്സുണ്ടോ? കവിത അന്നൊരു 15 വയസ്സ് കാണും, 10th പഠിക്കുമ്പോഴാണ്. പക്ഷെ അപ്പോഴിങ്ങനെ കാണാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് പോലും അപ്പോഴും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഇവിടെ അക്കാഡമി പഠിക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ടുണ്ട്. ആ ആൾ പറഞ്ഞു ഇങ്ങനെ, ആൾ ഈ കവിതകൾ ഒരുപാട് ചൊല്ലും, എപ്പോഴും ചൊല്ലി കേൾപ്പിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെ അറിയാം, ഇത് അങ്ങോട്ടുള്ള ഹരിപ്പാട് കായംകുളം അവിടെ എന്തോ ഉള്ള ഒരാളാണല്ലോ ഈ കവിത എഴുതിയിരിക്കുന്നത്, ഈയൊക്കെ അങ്ങനെ ട്രിവാൻഡ്രത്തുള്ള ഒരാളിനെ എങ്ങനെ അറിയാം? കാരണം ഒരുപാട് അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിയത്തില്ല കവിതയ്ക്ക്. അപ്പോൾ അയാൾക്ക് അറിയാം, അയാളുടെ കോളേജിലാണ് പഠിക്കുന്നത്, അക്കാഡമിയിലാണ് പഠിക്കുന്നത്, ഒന്നിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ എൻ്റെ ഫ്രണ്ട് ചെന്ന് എന്നെ പറ്റിയും ചെന്ന് പറഞ്ഞു, ഒരു ആരാധികയുണ്ട് എന്നൊക്കെ പോസിറ്റീവായിട്ട് എന്തൊക്കെയോ കുറേ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ പുള്ളിക്കാരനും സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഫോണിലാണ് സംസാരിച്ചത്. ഒരു 4-5 വട്ടം ഫോണിൽ സംസാരിച്ചപ്പോൾ പിന്നെ മീറ്റ് ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് കണ്ടത്. ആദ്യമായിട്ട് എവിടെ വെച്ചാണ് നിങ്ങൾ കണ്ടത്? പാറ്റൂര് എന്ന് പറയുമ്പോൾ ബസ് സ്റ്റോപ്പിൽ. ശരി. പാറ്റൂർ ബസ് സ്റ്റോപ്പ് അറിയാം? എനിക്കറിയാം. അവിടെ ഞാൻ ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ പോകാൻ വേണ്ടി അവിടെ ഇറങ്ങിയതായിരുന്നു ബസ്സിൽ. അപ്പോൾ എന്നോട് അന്ന് രാവിലെ വിളിച്ചപ്പോൾ ഇതേപോലെ കാണുന്ന കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോവാണ്, പാറ്റൂർ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നാൽ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്കിൽ ഞാൻ പാറ്റൂർ വരാം എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണാൻ പോവാ. ആദ്യമായിട്ട് കാണാൻ പോവാ. പടപടപടപടാന്ന് നെഞ്ചിടിപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മായക്കുണ്ടായിരുന്നു? ഓർക്കുന്നില്ല. നെഞ്ചിടിപ്പാവാനും വേണ്ടിയുള്ള ഒരു അടുപ്പം ചുമ്മാ അങ്ങനെയുള്ളൂ. അങ്ങനെ വലിയൊരു സംഭവം പുള്ളിക്കാരൻ അപ്പോഴേക്കും ഇങ്ങനെ ഇഷ്ടമൊക്കെ പറഞ്ഞെങ്കിലും അത് പുള്ളിക്കാരൻ അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല, ഞാനും അതൊരു സീരിയസ് ആയിട്ട് എടുത്തതുമില്ല. അല്ല, ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ? കണ്ട് ഞങ്ങൾ പാറ്റൂരിൽ നിന്ന് സംസാരിച്ച് ശ്രീകണ്ഠേശ്വരം വരെ പോയി. കണ്ടപ്പം ആ സംസാരിച്ചപ്പോൾ തോന്നിയ ഇഷ്ടം കുറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക്. കാരണം ആ ഒരു ലെവലിലാണ് വന്നതാള്. അത്ര വൃത്തിയിടായിരുന്നു. കുറേ ഇങ്ങനെ താടിയും വളർത്തി കുറച്ച് മുടിയൊക്കെ വളർത്തി തനി കവിയായിട്ടാണ് വന്നത്. ഒരു ലുക്സ് ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെയാണ്. എന്നാൽ അങ്ങനെ താല്പര്യമുള്ള ഒരാളിനെ കാണാൻ വരുമ്പോൾ പ്രത്യേകം എന്തെങ്കിലും ഒരു സാധാരണ ഒരാളാണെങ്കിൽ കുറേ എന്തായാലും പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ കാണാൻ ചെല്ലുമ്പോൾ ഒരു പ്രിപ്പറേഷനൊക്കെ വേണ്ട. ഇത് സാധാരണ നടക്കുന്നതിലും ഇതായിട്ടാണ് വന്നത്. അത് ഞാൻ പറയാം, ഞാൻ കുക്കീസ് എന്നൊരു ലോഡ്ജിലാണ് തലേദിവസം കിടക്കുന്നത്. ഒരു സീരിയലുകാരുടെ സെറ്റപ്പിലാണ്. തേക്കാനൊന്നും പറ്റത്തില്ല ഉടുപ്പ്. ഉള്ള കാണാമെന്ന് രാവിലെ പറഞ്ഞു, ശരി കാണാമെന്ന് പറഞ്ഞു. പക്ഷെ ഉടുപ്പൊന്നും തേക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ചുളുങ്ങിയൊക്കെ ഉള്ള ഉടുപ്പാണ്. അപ്പോൾ തേക്കാത്തൊരു ഉടുപ്പൊക്കെ ഇട്ടാൽ കുറേ താടിയും മുടിയുള്ള ഒരാൾ അങ്ങനെ നടക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴും അതേപോലെ അല്ല, ശ്രദ്ധിക്കത്തില്ലല്ലോ ഒരു കാര്യവും. കറക്റ്റായിട്ട് മുടി വെട്ടാൻ പോലും ഇല്ലല്ലോ, അതേപോലെ തന്നെ അപ്പോഴും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ എന്താണോ അതാണ് ഒരാൾ ഇഷ്ടപ്പെടേണ്ടത്. അതെ. അപ്പം നമ്മളെ ഇഷ്ടപ്പെടാനുള്ള ഒരാളുടെ അടുക്കൽ പോവുകയാണെങ്കിൽ നമ്മൾ നേരായി പോകും. പ്രച്ഛന്ന വേഷം ധരിക്കേണ്ട സ്ഥലം പ്രണയത്തിന്റെ സ്ഥലത്തല്ല. എന്നിട്ട് പ്രണയം ആരോട് എപ്പോ എവിടെ വെച്ച് എങ്ങനെ പറഞ്ഞു? ആരാ പറഞ്ഞെന്നുള്ളത് ഒരു ഉറപ്പില്ലേ? എന്നോട് ഇങ്ങോട്ടാ പറഞ്ഞത്, പക്ഷേ എങ്ങോട്ടാണ് പറഞ്ഞത്, പക്ഷേ പറഞ്ഞ അത് അത്ര സീരിയസ് ആയിട്ടല്ല പുള്ളിക്കാരൻ അത് പറഞ്ഞത്, ഫോണിലൂടെയാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞു? ആ, പുള്ളി പറഞ്ഞു. അതും തമാശയായിട്ടാ പറഞ്ഞല്ലേ? ആ, തമാശയായിട്ടാ പറഞ്ഞത്. അത്ര സീരിയസ് ആയിട്ട് തോന്നുന്ന രീതിയിലല്ല പറഞ്ഞത്. കുറേ ഇങ്ങനെ കാവ്യഭാവനയും. അന്ന് പുള്ളിക്കാരൻ ഏതോ ഒരു പാട്ട് ആ ലോഡ്ജിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ ആ പാട്ട് പാടിയൊക്കെ കേൾപ്പിച്ചു. അപ്പോഴതിനകത്ത് ഒരു പ്രണയ നദി ഒഴുകുന്ന അങ്ങനെ ഒരു ഭാവനയുണ്ട്. അപ്പോഴേ എന്നോട് പറഞ്ഞ ഇതേപോലെ എൻ്റെ മനസ്സിൽ ഒരു പ്രണയ നദി ഇങ്ങനെ ഒഴുകി കുമാരപുരത്ത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് റൊമാൻറ്റിക് ആയി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ചേട്ടൻ്റെ മനസ്സിൽ നിന്ന് ഒഴുകുന്ന മതിയല്ലേ, അതൊഴുകി പോകട്ടെ. അന്ന് ചേട്ടൻ വിളിക്കുമോ?
ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പം വിളിക്കാം. അപ്പം ബഹുമാനക്കുറവൊന്നും എന്നോട് ഇല്ല. ഇല്ല. പിന്നെ ഞാൻ പറയുന്ന ആള് സീരിയസ് ആണ്, ചുമ്മാ വല്ലതും പറയുന്നതാണോ എന്ന് അവള് വിചാരിച്ചെന്നുള്ളേ ഉള്ളൂ. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചോളാം, ഇത്രേ ഉള്ളൂ. ഉടനെ ഉടനെ അല്ല, അമ്പലത്തിൽ വന്നപ്പോ പറഞ്ഞല്ലേ. അന്ന് തന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ട് അങ്ങോട്ട് പോയപ്പോ ഇങ്ങനെ ഡിഫറെന്റ് ഓരോ കാര്യങ്ങൾ കല്യാണം കഴിച്ചാൽ തോന്നി, അത്രേ ഉള്ളൂ. എന്തായാലും കല്യാണം കഴിക്കണല്ലോ. അതിന് മുമ്പ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് കറക്റ്റ് അല്ല, എങ്കിലും കുറെ പേർക്ക് പാസ് ചെയ്ത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കോളേജ് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ പ്രണയിച്ചിട്ടില്ല. കോളേജ് പഠിത്തം കഴിഞ്ഞ ശേഷം കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ പഠനം ഇല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ ആ ടൈമിലൊക്കെ അതൊക്കെ പിന്നെ അത് കാര്യമായ ഒരു സീരിയസ് ആയ ഒരു കാര്യമൊന്നുമല്ല. പിന്നെ അതിൽ വേറൊരു കാര്യം ഉണ്ടാവും. കാരണം തൻ്റെ കവിതകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ലൈഫ്, അല്ലേ? കവിതയുമായിട്ടൊരു ബന്ധം. പിന്നെ ഇവളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഇവളെ ഞാൻ കാണുമ്പോൾ അന്വേഷിക്കാതെ അല്ല, ഇവളെ അച്ഛൻ അമ്മയൊക്കെ അറിയാം. അച്ഛൻ കവിതയ്ക്ക് എഴുതുന്നൊരു അസുഖമുള്ള ആളാണ് എന്നൊക്കെ ഇവള് പറഞ്ഞെന്ന് അറിയാം. അപ്പം അങ്ങനെയൊക്കെ അവർക്ക് കവിതയോട് അങ്ങനെ എഴുത്തിനോടുള്ള താല്പര്യം വരും. പക്ഷെ ഇവളുടെ അച്ഛൻ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ ഇവളെ കേരളത്തിൽ അറിയപ്പെടുന്നൊരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് കാണിച്ചു വെക്കാൻ എന്തോ അസുഖമുണ്ടെന്ന് എന്നെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ട് അതല്ലേ, എന്നിട്ട് ചികിത്സിപ്പിച്ചു. ഒരു കൗൺസിലിംഗ് പിന്മാറണം എന്നുള്ള രീതിയിൽ. എന്താണ് ഈ കവി ആയതുകൊണ്ട് മാത്രമാണ്? അതൊരു സ്ഥിര വരുമാനമില്ലാത്ത ഒരാളാണ്. മോശമായിട്ട് ഒരുപാട് അഭിപ്രായം വരുമല്ലോ എഴുത്തുകാരെ കുറിച്ച്. പൊതുവിൽ എല്ലാവരും പറയുന്ന വെള്ളമാണ് തുടങ്ങിയ ഇങ്ങനെയുള്ള മോശപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പുള്ളിയോട് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുമല്ലോ. അതൊക്കെ കേട്ടപ്പം പുള്ളിക്കാരനൊരു ഒരു മദ്യം വിൽക്കുന്ന ആള് പോലും തൻ്റെ മകളെ ഒരു മദ്യപാനി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണല്ലോ സത്യം. മക്കളുടെ ജീവിതം സെക്യൂറാണ്. അതുകൊണ്ട് അവളുടെ അച്ഛനെ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ പുള്ളി വളരെയധികം മാനസികമായിട്ട് എതിർത്തിരുന്നു. മാത്രല്ല സന്യാസവും അങ്ങനെ അതെല്ലാം വിട്ടുപോയി. 22 വയസ്സായപ്പോൾ ഇവിടെ വിട്ട് ഞാൻ വടക്കേന്ത്യയിലൊക്കെ കറങ്ങി. ആ കറക്കത്തിനിടയ്ക്ക് സന്യാസമൊക്കെ സ്വീകരിച്ചു. എന്താ അങ്ങനെ തോന്നാനുള്ളത്? സീരിയസ് ആയി അങ്ങനെ സന്യാസം ചെയ്യാൻ നമ്മൾ ഈ ചെന്നപ്പെടുന്നവരുടെ ഒരു മേഖലയാണ്. ഒരുപക്ഷെ ചേച്ചി ചെന്നപ്പെട്ടാലും അങ്ങനെ ഒരു നണ്ണായി തീർന്നേനെ. മീൻസ് അതൊരു ജീവിതത്തിൽ നമുക്ക് ഒന്നും ലക്ഷ്യം വെക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ചെറുപ്പം തുടങ്ങുന്ന കാലം. പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഇപ്പോഴത്തെ ചെറുപ്പം അങ്ങനെയല്ല. ഇപ്പോഴത്തെ ചെറുപ്പത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പത്തിന് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് നമ്മളിപ്പോൾ 10ാം ക്ലാസ് പാസ്സല്ല, ഒരു ഡിഗ്രി വരെയുള്ള അല്ലെങ്കിൽ ആ പ്രായമുള്ള പിള്ളേർക്ക് ഇന്നത്തെ ഓപ്ഷൻ അല്ലല്ലോ. അന്ന് ഡിഗ്രിക്ക് പോകുന്നു, പഠിക്കുന്നു, അല്ലെ പോയി എന്തെങ്കിലും ചെയ്യാം, എന്തുവരെ ആവാം, ഒരു ക്ലർക്ക് ആവാം, അല്ലേ? അതൊക്കെ വരെയല്ലേ ഉള്ളൂ ഒരാളുടെ ജീവിതം. അപ്പം ഞാനങ്ങനെ PSC ടെസ്റ്റ് എഴുതാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിയെ അന്നേ വിട്ടിട്ട് എൻ്റെ ലൈഫ് വേറൊരു വഴിക്ക് അങ്ങനൊരു ചെന്നുപെടുകയായിരുന്നു. അങ്ങനെ ഒരു ആക്സിഡൻ്റലി ചെന്നുപെട്ടതാണ്. ആന്ധ്രയിൽ വെച്ചൊരു ആളിനെ, ഒരു ഗുരുവായ ഒരാളിനെ കടന്നു, ആളിനെ കൂടെ അങ്ങ് പോവുകയും ചെയ്തു. വടക്കേ ഇന്ത്യയൊക്കെ കറങ്ങി പിന്നെ സന്യാസിയായിട്ട് വന്നു. അപ്പോൾ വീട്ടിൽ എന്നെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇവളെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അപ്പോൾ കല്യാണം കഴിക്കാമെന്ന് വെച്ചു ഇവളെ. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിൽ ചെന്ന് പറഞ്ഞു എനിക്കൊരു പെണ്ണെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഏതാണ് എന്താണെന്ന് ഒക്കെ നോക്കുമല്ലോ. അപ്പം അത് പിന്നെ അന്വേഷിച്ച് നോക്കാം ഏതാണ്. അപ്പം ഇവളോട് സംസാരിക്കുക വെച്ചാൽ പിന്നെ ഫോണിൽ ഇവളെ സംസാരിക്കും. പിന്നെ അവരെ കയ്യിലൊക്കെ എടുക്കാനുള്ള വിദ്യയൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് പിന്നെ എനിക്ക് പക്ഷേ ഇവരെ കൈയിലെടുക്കാൻ പറ്റിയില്ല. അവരെ പിന്നെ നമ്മൾ കുറച്ച് ഇവളുടെ കരച്ചിലും ഒക്കെ കൊണ്ട് അവർ അലിഞ്ഞൊക്കെ വന്ന്. എന്നിട്ട് വീട്ടുകാർ തന്നെയാണോ കല്യാണം നടത്തി തന്നത്? നടത്തിയില്ലായിരുന്നു. ഒളിച്ചോടാൻ പുള്ളിക്കാരന് ഇഷ്ടമല്ലായിരുന്നു. എവിടെ ഒളിച്ചോടുന്നത്? നമ്മൾ എങ്ങോട്ട് ഓടാനല്ലേ? നമ്മൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ നടത്തി തരാൻ പറ്റുമെങ്കിൽ നടത്തി തരിക, പിന്നെ നടത്തി തന്നില്ലെങ്കിലും നടത്തും. അത് പറയും ഞാൻ. അതങ്ങനെയാണ് ഞാൻ. അതിനെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് പറയും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് പറഞ്ഞു, നടത്തി തന്നല്ലേ നടത്തും, ഞങ്ങൾ നടത്തും. അതിന് നിങ്ങളുടെ ആവശ്യമില്ല. ഹേബിയസ് കോർപ്പസ് തുടങ്ങി നിയമമൊക്കെ അറിയാമല്ലോ. എന്നിട്ട് അത് കൊടുക്കാൻ വേണ്ടി ഇവളെ കൊണ്ട് ഞാൻ കത്ത് വരെ എഴുതിച്ചു. എന്നിട്ട് ഹേബിയസ് കോർപ്പസ് കൊടുക്കണേ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അച്ഛനൊട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ആദ്യം എൻ്റെ വീട്ടുകാരെല്ലാം സമ്മതിച്ചായിരുന്നു. ഇവർ അനുജൻ്റെ വീട്ടിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഈ സന്യാസത്തിൻ്റെ ഹോമകുണ്ടവും കുറേ ഫിലോസഫിക്കൽ ബുക്സും, പഴയ അറയുന്നിരയുള്ള വീട്. അപ്പോൾ ആ വീടിനകത്ത് തന്നെ ആകെ ഒരു ഡാർക്ക്നെസ് ഉണ്ട്. നമ്മൾ ഈ സിറ്റിയിലുള്ള വീടുകളെല്ലാം നിറയെ തുറന്ന ജനലുകളൊക്കെ ഉള്ളതല്ലേ. ആ വീട് തടി കൊണ്ടുള്ള അറയുന്നിരയുള്ള വീടാണ്.
അപ്പോൾ ആ ഡാർക്ക്നെസ് ഉണ്ട്. പിന്നെ ഇതേപോലെ ഹോമകുണ്ടം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ അമ്പലവാസികളുടെ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ ഒരു വല്യച്ഛൻ പറഞ്ഞു, നിൽക്ക് വാക്ക് കൊടുക്കാൻ വരട്ടെ, നമുക്കൊന്നും കൂടി ഒന്ന് അന്വേഷിക്കണം ഇതെന്തുവാണ് സംഭവം. പിന്നെ ഇവർ വന്നിങ്ങനെ ഇവർ ഓരോ ഡിസ്കഷൻ വെച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ഇത് LLB തന്നെ ആണോ, ഇത് അവളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും, ഇതിന് ഈ ഏജ് തന്നെ ആണോ, ഈ ലെവലിലൊക്കെ പോകണമെങ്കിൽ ഈ പ്രായമുള്ള ഒരാളിന് എന്തായാലും ഈ ഒരു ശരിയാണ്. ഞാൻ ഈ സന്യാസിയായിരുന്നൊക്കെ പറയുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുമല്ലോ, ഈ അന്വേഷിച്ചു തേർഡ് പാർട്ടിയോടായിരിക്കും അന്വേഷിക്കുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറോടാണ് അവർ അന്വേഷിച്ചത്. അവർക്കെതിരെ രൂക്ഷമായ എന്താ പറയുക, ഇലക്ഷന് അവരെ തറപറ്റിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ കാര്യത്തിൽ അവർ നല്ലത് പറയില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ കല്യാണം എന്ന നിലയിലായിരുന്നു ഒരിക്കലും നടക്കത്തില്ല. കാരണം അങ്ങനെ നടക്കത്തില്ല. കാരണം അവർ അന്വേഷിക്കുമ്പോൾ ഒരു കുറ്റം വരുമല്ലോ. അപ്പം സാമാന്യഗതിയിൽ നടക്കത്തില്ല. അല്ല, ഏത് വീട്ടുകാർക്കും തോന്നുമ്പോൾ ഒരു ഇംപ്രഷൻ ഇല്ലെങ്കിൽ അങ്ങനെ. അപ്പോഴച്ഛൻ തീരെ സമ്മതിച്ചില്ല. അപ്പോൾ ഞാനിങ്ങനെ കരയുകയും പറ്റത്തില്ല ഇത് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഇതേപോലെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, എന്തായാലും ഇറങ്ങി പോകുന്നെങ്കിൽ പൊയ്ക്കോ, പക്ഷേ അടുത്ത ചൊവ്വാഴ്ച വന്ന് എന്നെ കണ്ട് സംസാരിച്ചതിന് ശേഷമേ പോകാവൂ, അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി അങ്ങോട്ട് എന്തായാലും പോകത്തില്ല, എനിക്ക് സംസാരമൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ശരി കല്യാണം ഞങ്ങൾ കഴിക്കാതിരിക്കാം, വേറെ ഒരു കാര്യം ഇനി ഞാൻ പഠിക്കാനും പോവില്ല, കല്യാണം കഴിക്കാനോ ഒന്നിനും എന്നെ എനിക്ക് കിട്ടത്തില്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കും, അല്ലാതെ ഇനി ഒന്നിനും വരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കരച്ചിലൊക്കെ കണ്ട് പിന്നെ അമ്മയുടെ അടുത്ത് അമ്മയ്ക്കൊരു സംശയമുണ്ട്, ഞാൻ ഇനി കൂടെ പോയി കളയുമോ. അപ്പം അമ്മയാണെങ്കിൽ 12,000 സ്റ്റാഫ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ അങ്ങനെ എങ്ങാനും പോയാൽ പിന്നെ അമ്മയ്ക്ക് അവരുടെ മുന്നിലോട്ട് പോകാനേ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അച്ഛനാണെങ്കിൽ തീരെ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അമ്മയ്ക്ക് അതും വയ്യ ഇതും വയ്യ അങ്ങനെ. അപ്പോഴച്ഛന് മനസ്സിലായി ഇത് ചിലപ്പം ഇങ്ങനെ നടക്കാനുള്ള ഒരു രീതി കാണുന്നത് കൊണ്ട് അച്ഛൻ എന്ത് ചെയ്ത് അച്ഛൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോയി, അങ്ങനെയെങ്കിലും ഇത് നടക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഉടനെ ഇനിയിപ്പോൾ തീരുമാനം എടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ അനുചേട്ടൻ വന്ന് ലാസ്റ്റായിട്ടൊന്ന് ചോദിക്കാം വീട്ടിൽ എന്തുവാണ് പറയുന്നത്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞു, ഞങ്ങൾ അതിനൊന്നും പ്രിപ്പയർ അല്ല, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ ഒരു കല്യാണത്തെ പറ്റി ഒന്നും ആലോചിക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല, അച്ഛനും ഇതുപോലെ താല്പര്യമില്ലാതെ പോയി, അങ്ങനെ ഞാനാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോകും, അത് പറ്റത്തില്ലല്ലോ. അങ്ങനെ അമ്മ പറഞ്ഞു, ശരി എന്നാൽ അവരവരുടെ ഭാഗത്തുനിന്ന് എന്തോന്ന് വെച്ചാൽ ചെയ്തോളണം, ഞാനെല്ലാം കറക്റ്റായിട്ട് ചെയ്തോളാം, അമ്മ ഒന്നും അറിയണ്ട, അമ്മ കൊണ്ടു തന്നാൽ മതി, എനിക്ക് ഇങ്ങനെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള ഒരു പേരുദോഷം എനിക്ക് കേൾക്കാൻ വയ്യ, അതുകൊണ്ട് അമ്മ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അമ്മ കൊണ്ടുവരാമെന്നും പറഞ്ഞെങ്കിലും അമ്മ വിശ്വാസമില്ല, കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് ആരടുത്തും പറയാൻ വയ്യ. ഏറ്റവും അടുത്ത 2-3 ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ നെയ്ബേഴ്സിനോട് ആരോടും ഒന്നും പറഞ്ഞില്ല, ഒന്നും അങ്ങനെ അറേഞ്ച് ചെയ്തതും ഒന്നുമില്ല. ഈ അമ്പലം മാത്രം ബുക്ക് ചെയ്തു. അന്നത്തെ ഒരു പ്രത്യേകത പറയാം, ഹർത്താലായിരുന്നു. ഹർത്താലല്ല, ഒരു മാസത്തേക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു, അത് ഹർത്താലുണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അത് തുടങ്ങിയ ദിവസമാണ് ഞങ്ങളുടെ കല്യാണം. അപ്പൊ 2000 ഏത് ഇയറാണ്? 2002 ഒരു 6th ആയിരുന്നു. അന്ന് തന്നെയായിരുന്നു സമരം തുടങ്ങുന്ന ദിവസം. ഞാൻ ഇവരോട് പറഞ്ഞു സമരം തുടങ്ങുന്ന ദിവസമാണ്, ഒരുപക്ഷെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ മുഹൂർത്തം എന്ന് വെച്ചാൽ 7:30-ക്കും 8-നും ഇടയ്ക്ക് രാവിലെ. അപ്പം മുഹൂർത്തം നടത്തണം എന്നുള്ളത് ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു 4:30-ക്ക് വരണമെന്ന്. അപ്പോൾ ഇവർ 4:30-ക്ക് തന്നെ പുറപ്പെട്ട് 2 മണിക്കൂറുകൊണ്ട് അവിടെ എത്തി. അവിടെ 3:30-ക്ക് പുറപ്പെട്ടു ഞങ്ങൾ. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും സമയത്തിന് വരണമല്ലോ. അമ്മ തന്നെയാണ് കൊണ്ടുപോയത്. ഞങ്ങളുടെ 2 നെയ്ബേഴ്സുമായിട്ട്, നെയ്ബേഴ്സും ഒരു ഫ്രണ്ടും. അച്ഛൻ വന്നില്ല. അച്ഛനെ അറിയിച്ചു? അച്ഛനുണ്ട്. അച്ഛൻ ഡേറ്റ് ഒക്കെ അറിഞ്ഞിട്ടാ പോയത്. ഡേറ്റ് എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് പോയത്. അച്ഛന്റെ പ്രതിഷേധം മുഴുവൻ കാണിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയെങ്കിലും നടക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അമ്മയ്ക്ക് ഒരു വഴിയും ഇല്ലാതായിപ്പോയി. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഇനി ഇളയ ഒരു കുട്ടിയുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അമ്മയ്ക്ക് അങ്ങനെ ചെയ്തു തരാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വന്ന് ചെയ്തു. അങ്ങനെ അമ്മ ഒരു മുഴുവനെ നിർത്തിയാണ് ഞങ്ങള് കല്യാണം കഴിച്ചത്. കല്യാണം നടന്നു. ടെൻഷനോട് കൂടി. ടെൻഷനായി. ഇവള് നല്ല ടെൻഷൻ അടിച്ച അന്ന് രാവിലെയാണ്. കാരണം ഞങ്ങൾ ഒക്കെ 7:30 ആകുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിരുന്നു.
നീ കൃത്യമായിട്ട് അവിടെ പോയി നിൽക്കണമെന്ന്, 6 മണിക്കെങ്കിലും നിൽക്കണമെന്ന്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാണ് അവൻ വരുന്നത്. മാത്രല്ല ഞങ്ങളെ വീട്ടിൽ നേരത്തെ ഇറങ്ങിയോണ്ട് 5 മണി ആയപ്പോഴേ ഇങ്ങ് വന്നു. ആരോട് ചോദിച്ചോ പറഞ്ഞു ഇവിടെ കല്യാണമൊന്നുമില്ല. ആര് പറഞ്ഞു നിങ്ങളോട് ഇവിടെ കല്യാണമൊന്നും? കല്യാണമുണ്ട്, പയ്യന്റെ പെണ്ണിന്റെയും പേരൊക്കെ വേറെയാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വേറൊരു കല്യാണം ഉണ്ട്. അവർക്ക് അതിന്റെ കാര്യം അറിയാവും. അപ്പോൾ ഉടനെ തന്നെ എല്ലാവർക്കും ടെൻഷൻ. അമ്മ പറഞ്ഞു നിനക്ക് മനസ്സിലായല്ലോ, ഇപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ, അത് നിന്നെ പറഞ്ഞു പറ്റിച്ചതാണ്, ഇങ്ങനൊരു സംഭവമല്ലേ, ഇവിടെ ഇതൊന്നും അറേഞ്ച് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ദിവസം അവിടെയാണ്. ആ നിമിഷം ഇവള് മാറിയെങ്കിൽ കല്യാണം നടക്കില്ല. കാരണം ഒരു വളരെ ഒരു ചെറിയ ആ സമയത്തൊരു നിമിഷമാണത്. വിശ്വാസക്കുറവ് തോന്നിയോ? ഇല്ല, പറ്റിക്കപ്പെട്ടോ എന്ന് വല്ലതും തോന്നിയോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കുറേ ഇങ്ങനെ ചോദിച്ചും ഒക്കെ വന്നപ്പോൾ ഒരാളിനറിയാം ഈ കല്യാണത്തെ പറ്റി. അതിന് അമ്പലത്തിലെ പൂജാരി ആളുകൾ വരണ്ടേ, രാവിലെ ആയതുകൊണ്ട് ആരും വന്നില്ല. അവിടെ ഒരു ആന മാത്രമേ കണ്ടുള്ളത് ഉണർന്നിരിക്കുന്ന സമയത്ത്. ആരും വന്നിട്ടില്ലായിരുന്നു. പിന്നെ വന്ന് തൂക്കാനൊന്നും വരുന്നവർക്കൊന്നും അറിയത്തില്ല ഇത്. പിന്നെ ഓഫീസിലുള്ള ആരെങ്കിലും വന്നല്ലേ അറിയാവൂ. അങ്ങനെ ഓഫീസിലുള്ള ആൾ വന്നപ്പോഴാണ് പിന്നെ അവർ മുറിയൊക്കെ തുറന്നു തന്നത്. അപ്പോഴേക്കും നമ്മുടെ കല്യാണത്തിൻ്റെ സമയമൊക്കെ ഇങ്ങായി. ഇപ്പോഴത്തെ ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രണയമാണ്. അവർ ഈ പറഞ്ഞ മാതിരി 2 ലക്ഷം രൂപയല്ല, 5 ലക്ഷമോ 10 ലക്ഷമോ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വിവാഹം. ഞാനും അത്തരം പ്രാക്ടിക്കലായ ഒരാളായിരുന്നു. പിന്നെ സാഹചര്യമാണ്. ഇപ്പം അവർ വന്നു, ഇപ്പം ക്ലോസ് ആയി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ കാലം കൂടെ പ്രണയിച്ച് നടന്നേനെ. ഒരു 2 കൊല്ലം കൂടെ എന്തായാലും പോയിപ്പോൾ. ഞാൻ ഒന്നുമില്ല, ഞാൻ കോഴ്സ് കഴിയുമ്പോൾ ഞങ്ങൾ നിന്ന്. അല്ല, ഒരു 20 വർഷം മുൻപത്തെ ഒരു ജനറേഷൻ അല്ല ഇന്ന്. 15 കൊല്ലം മുമ്പുള്ള ഒരു ചിന്താഗതിയല്ല ഇന്നത്തെ ഒരു ജനറേഷന്. അവർ വിചാരിക്കുന്നത് സാമ്പത്തികമാണ് അടിസ്ഥാന യോഗ്യത. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് സമാധാനം. അപ്പോൾ കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ജോലി വേണം, 2 പേരും ഒന്ന് സെറ്റിൽഡ് ആയതിനു ശേഷം വിവാഹം കഴിക്കാം. അവിടെ പാരൻസോ ജാതിയോ മതമോ ഒന്നുമല്ല, അവിടുത്തെ സാമ്പത്തികമാണ് ഒരു അടിസ്ഥാന യോഗ്യത എന്നാണ്. ഇപ്പോഴത്തെ ഒരു കാലം അങ്ങനെയായി. നമ്മളങ്ങനെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ, ഇഷ്ടപ്പെടാത്ത ഒരാളെ നമ്മളെങ്ങനെ ലൈഫിൽ സഹിക്കും? മുൻകോപിയാണോ? സത്യം പറയണം, നുണ പറയരുത്. അല്ല, അങ്ങനെ വലിയ മുൻകോപിയാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചില ടെൻഷനിലാണെങ്കിൽ സത്യമായിട്ട് സമ്മതിച്ചു. ചെറിയ കാര്യങ്ങൾ ഞാൻ പണങ്ങും. വീട്ടിൽ പോയാ ചേട്ടൻ വല്ലതും പറയുന്നു പറഞ്ഞിട്ടില്ല. ചേടക്ക് ഞാനും. വേറൊരു കാര്യം, ഈ കവിത ഇങ്ങനെ പാണ്ഡിത്യമുള്ളവർക്ക് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ല. സാധാരണക്കാരന് മനസ്സിലാവണം എന്താണ് കവി ഉദ്ദേശിക്കുന്നതെന്ന്. സാധാരണക്കാരന് മനസ്സിലായാൽ മാത്രമേ അത് റിയൽ അംഗീകാരമാകും, അല്ലേ? അതാണ് സത്യത്തിൽ കിട്ടിയിരിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമാണ്. ഷാപ്പിലും പാടുന്നു മനസ്സിലാക്കണ്ടേ കവിത നമ്മളോട് പറയാൻ പറ്റുമോ? അതെ, അതാ ഞാൻ പറഞ്ഞ, കവിത അങ്ങനെ ഒരു ഉന്നതമായ സ്ഥാനത്തിരുന്ന് മാത്രം ചൊല്ലേണ്ടതല്ലേ. അല്ല, ഇവിടെ വന്നു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു 4-5 പേര് മദ്യപിക്കുമ്പോൾ കവിത ചൊല്ലുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, ഒരിക്കലും അല്ല. അതേസമയം 4 സ്ത്രീകൾ ഒരുമിക്കുമ്പോഴോ? അങ്ങനെ പറയാതെ. അല്ല, എന്തായാലും കവിത ചൊല്ലില്ല, ഉറപ്പിച്ചു പറയുന്നത്. അക്ഷരശ്ലോകത്തിന് അസുഖമുള്ള ആരെങ്കിലും ആയിരിക്കും. ചേച്ചി അത് പറയണ്ട. 4 സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് മദ്യപിക്കുന്നില്ല, നിങ്ങൾ വെറുതെ പാല് കുടിച്ചോളൂ, ഞങ്ങൾ മദ്യപിക്കുന്നവർ കുഴപ്പക്കാര്, കവിത ചൊല്ലില്ല. നിങ്ങൾക്ക് മദ്യപിക്കുമ്പോൾ മാത്രമേ ഇത്തരം സർഗാത്മകത ചിന്ത വരുള്ളൂ. അങ്ങനെയല്ല, ഞങ്ങളെപ്പോഴും മദ്യപിക്കുന്ന കവിത ചൊല്ലുന്ന മദ്യപാനികളെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമാണ്. കാരണം അവരെന്നെ ഏറ്റെടുക്കുന്നതാണ്. പിന്നെ ഇവരെ കൊണ്ടുള്ള ശല്യം രാത്രിയാകുമ്പോഴാണ്. ഇവരെന്നെ വിളിക്കും, ഫോൺ നമ്പർ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരുന്നുള്ളൂ. വെറുതെ ഇരിക്കുമ്പോ പിന്നെ കവിത എല്ലാം തോന്നുന്നില്ലല്ലോ. അവർക്ക് 4 പേര് ചൊല്ലി കഴിയുമ്പോൾ ബാക്കി കവിത തന്നെ ചൊല്ലി കേൾക്കണം എന്നുള്ള ഒരാഗ്രഹം വരും. 2 കുട്ടികളോ? 2 പേര്. എത്ര വയസ്സായി? മോള് 8 വയസ്സ് കഴിഞ്ഞു, മോന് 2.5 വയസ്സ്. ഓക്കെ, അപ്പം വളരെ സന്തോഷം. നമ്മളൊരു ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ ഒരു സൗഹൃദ സംഭാഷണമാണ് ഉദ്ദേശിച്ചത്. വളരെ സന്തോഷം.